മഹാദേവൻ മുറിയിലേക്ക് കയറി വന്നതും കാലി തുള്ളിയിരിക്കുന്ന കാന്തിയാണ് അവൻ കണ്ടത്. അവൾ നല്ല ദേഷ്യത്തിലാണെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവളോടൊന്നും സംസാരിക്കാൻ നിന്നില്ല. വേഗം തന്നെ മുറിയെ കയറി ബെഡിൽ കയറി കിടന്നു. ഓ, നിങ്ങൾ വന്നോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ജീവിതമോ നശിപ്പിച്ചു, എന്റെ ഏട്ടന്റെ ജീവിതം കൂടി നശിപ്പിക്കണോ? ജീവിതകാലം മുഴുവൻ എന്റെ ആകാശേട്ടൻ കല്യാണം കഴിക്കാതെ ജീവിച്ചാലും കുഴപ്പമില്ല. വേണി എന്ന ഭ്രാന്തത്തിയുടെ കൂടെ ജീവിക്കുന്നതിൽ എത്രയോ ഭേദമാണത്. അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാതെ മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് മഹാദേവൻ. അപ്പോൾ മുകളിൽ എന്താ നിങ്ങളുടെ വല്ലവരും കയറി ഇരിക്കുന്നുണ്ടോ? എന്താ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? ആണുങ്ങളായ എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം, ഇതൊരു മാതിരി ഒരു ക്യാരക്ടർ ഇല്ലാത്ത. അവൾ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് പറഞ്ഞു. കാന്തി കൂൾ, താൻ എന്തിനാടോ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അച്ഛൻ വേണിമോളുടെ ഒരാഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. താല്പര്യമില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. അല്ലാതെ നീ എന്തിനാ കാന്തി ഇതുപോലെ ടെൻഷൻ അടിക്കുന്നത്? ഇതൊക്കെ വയറ്റി കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും. അവൻ അവളുടെ വയറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ഒരു വേണിമോള്! നിങ്ങളുടെ അനുജത്തെ ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം സമാധാനമായി പ്രസവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവൾ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യും. എന്റെ ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ട് ചികിത്സിക്ക്. നല്ല ഒരു ചികിത്സയുടെ ആവശ്യമുണ്ട് അവൾക്ക്. നീ ഒന്ന് സമാധാനപ്പെടേ എന്റെ മോളെ, നമുക്ക് അവളെ ചികിത്സിക്കാം. താനൊന്ന് സമാധാനപ്പെടോ. തനിക്ക് നമ്മുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ പെങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ സമാധാനപ്പെടണോ അല്ലേ? ഈ കുഞ്ഞിനെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ കവിളടിച്ച് പൊട്ടിച്ചില്ലേ? എന്നാൽ നിങ്ങളുടെ പെങ്ങൾ എന്താ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയുമോ? ഈ കുഞ്ഞ് ജനിക്കാൻ അവൾ അനുവദിക്കില്ല എന്ന്. അതിന് നിങ്ങൾക്ക് അവളോടൊന്നും പറയാനില്ലേ? ഒരു വേണിമോള്! അവൾ പുച്ഛത്തോടെ പറഞ്ഞു. അത് പിന്നെ താൻ അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, ഞാൻ തല്ലിപ്പോയതാണ്. എന്നാൽ താൻ ഇന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അതെന്നെ വേദനിപ്പിച്ചു. കാര്യം തനിക്ക് എന്നോടും എന്റെ അച്ഛനോടുമൊക്കെ ദേഷ്യമുണ്ട്. നീ ഞങ്ങളെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ജനിക്കാനിരിക്കുന്ന നമ്മുടെ ഈ കുഞ്ഞ് ഒരു ക്രിമിനലാണെന്ന് താൻ പറഞ്ഞില്ലേ? അതല്പം കൂടിപ്പോയിടോ. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. എന്നാലും വെറുതെ പോലും അങ്ങനെ പറയരുത്. ഈ വയറ്റിൽ വളരുന്നത് നമ്മുടെ മാലാക കുഞ്ഞല്ലേ, അതിനെ അങ്ങനെ പറയാതെ. അവൻ വർദ്ധിച്ച സങ്കടത്തോടെ പറഞ്ഞു. മഹാദേവന്റെ വാക്കുകൾ കേട്ടതും കാന്തിയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. പെട്ടെന്നുള്ള ദേഷ്യത്താൽ അവൾ അങ്ങനെ പറഞ്ഞതാണ്. അവളുടെ മനസ്സിൽ കുറ്റബോധം നിഴലിച്ചു. പിന്നെ അവൾ അവനോടൊന്നും പറയാൻ പോയില്ല. അല്പസമയം അവർ മിണ്ടാതിരുന്നു. അവൾ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അവന്റെ കൈ അവളുടെ തോളിൽ വെച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയൂ? എന്താ എന്ന മട്ടിൽ അവൾ അവനെ നോക്കി. തനിക്കൊരു മൺതരിയുടെ അത്രയെങ്കിലും സ്നേഹം എന്നോട് ഇപ്പോൾ ഉണ്ടോ? അവൻ നിറഞ്ഞ മിഴികളെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ ലോകത്ത് എത്ര മൺതരികളുണ്ടോ അത്രയും ഞാൻ നിങ്ങളെ വെറുക്കുന്നുണ്ട്. ഐ ഹേറ്റ് യു. എന്നാൽ അത്രയും ഞാൻ പറഞ്ഞു മുഴുവിപ്പിക്കാൻ കഴിയാതെ അവൾ പൊട്ടിക്കരഞ്ഞു. ഉറക്കെ കതക് തട്ടുന്ന ശബ്ദം കേട്ടാണ് കാന്തിയും മഹാദേവനും ഉണർന്നത്. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം പുലർച്ചെ 2 മണി. ഇതാരാണ് ഈ സമയത്തെന്ന് ചിന്തിച്ച് മഹി ചെന്ന് ഡോറ് തുറന്നു. ഡോറ് തുറന്ന പാടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റൂമിലേക്ക് ഓടിക്കയറി വന്നു വേണി. എന്താ വേണി, ഈ സമയത്ത് നിനക്കെന്താ ഉറക്കമൊന്നുമില്ലേ? മഹി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഏട്ടാ. ആകാശിനെ വേണം. ആകാശിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആരും എന്നെ ഈ ഭൂമിയിൽ കാണില്ല. അവൾ വർദ്ധിച്ച സങ്കടത്തോടെ മഹാദേവന് മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. വേണി, നീ എന്താ നാടകം കളിക്കുകയാണോ? ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങണം. നീ പോയി കിടക്ക്. നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ എടുത്ത് വായിക്ക്. അല്ലെങ്കിൽ മിണ്ടാതെ കണ്ണടച്ച് കിടക്ക്. അല്ലാതെ ഞങ്ങളെ വന്ന് ശല്യപ്പെടുത്തുകയല്ല വേണ്ടത്. മഹി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. വേണിയുടെ അഭിനയം കണ്ട് ദേഷ്യത്തോടെ കലിതുള്ളി നിൽക്കുകയാണ് കാന്തിയപ്പോൾ. പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കില്ലേ ഏട്ടത്തി? അവൾ കണ്ണീരോടെ കാന്തിയോട് പറഞ്ഞു. ദേ വേണി, നിന്റെ മണ്ടന്മാരായ അച്ഛനെയും ആങ്ങളമാരെയും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് നീ കരുതണ്ടടി. നീ എന്താ കുറച്ചു നേരത്തെ പറഞ്ഞ് എന്റെ ആകാശേട്ടനെ കിട്ടിയില്ലെങ്കിൽ നിന്നെ ഈ ഭൂമിയിൽ കാണില്ല എന്നോ? എങ്കിൽ നന്നായിടി. നീയൊക്കെ ജീവിച്ചിരിക്കാത്തതാണ് നല്ലത്. അവളുടെ ഒരു അഭിനയം! ഇവളുടെ വർത്തമാനം കേട്ടാ തോന്നും ആകാശേട്ടനും ഇവളും തമ്മിൽ വർഷങ്ങളായി പ്രേമത്തിലാണെന്ന്. ഒന്ന് പോടി, നിന്റെ അഭിനയം ഒന്നും ഇവിടെ നടപ്പില്ല. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, എന്റെ വീടിന്റെ മുറ്റത്ത് പോലും നിന്നെ കയറ്റില്ല. വർദ്ധിച്ച ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് കാന്തി പറഞ്ഞു. കാന്തിയുടെ വാക്കുകൾ കേട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ അവളെ രൂക്ഷമായി നോക്കി വേണി. എന്താടി, നീ എന്നെ നോക്കിക്കൊല്ലുമോ? നിന്റെ ഈ അഭിനയവും ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള നോട്ടവുമല്ല ഇവിടെയുള്ള അവന്മാരുടെ അടുത്ത് എടുത്താൽ മതി. വെറുതെ എന്റെ അടുത്ത് ചിറയാൻ വരണ്ട. വേണിയുടെ നോട്ടം കണ്ട് കാന്തി ദേഷ്യത്തോടെ പറഞ്ഞു. കാന്തിയെ ഒന്നുകൂടെ രൂക്ഷമായി നോക്കിയ ശേഷം വേണി ആ മുറി വിട്ടു പോയി. വേണി മുറിയിൽ നിന്ന് പോയതും മഹാദേവൻ അപ്പോൾ തന്നെ ഡോർ അടച്ച ശേഷം തിരിഞ്ഞ് കാന്തി ഒന്ന് നോക്കി. കണ്ടില്ലേ നിങ്ങളുടെ കുഞ്ഞിപ്പെങ്ങളുടെ നോട്ടം? ക്രിമിനലാണ് അവൾ, പക്ക ക്രിമിനൽ. നാട്ടുകാരെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിലുള്ളവർ മര്യാദക്കാരാണോ എന്ന് അന്വേഷിക്കണം നിങ്ങൾ അച്ഛനും മക്കളും. അല്ല, ഞാൻ ഇതാരോടായി പറയണേ? ഈ ലോകം കണ്ടത് വെച്ച് ഏറ്റവും വലിയ ഫ്രോഡാണ് നിങ്ങൾ. നിങ്ങളുടെ പെങ്ങളുടെ ഭാഗത്തുനിന്നും ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞ് അവൾ ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു.
കാന്തിയോട് എതിർത്തൊന്നും പറയാൻ കഴിയാതെ മഹാദേവൻ ബെഡി വന്ന് കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞതും പാമ്പുകൾ തറവാട് കുലുങ്ങുന്നത് പോലെ ഒരു നിലവിളി കേട്ടു. ആ നിലവിളിയിൽ ആ വീട് മുഴുവൻ ഉണർന്നു. വേണിയുടെ നിലവിളിയാണ് അതെന്ന് എല്ലാവർക്കും മനസ്സിലായി. മഹാദേവനും കാന്തിയും ചാടി എഴുന്നേറ്റു. ഓ, തുടങ്ങി നിങ്ങളുടെ പെങ്ങളുടെ അടുത്ത നാടകം, ദേഷ്യത്തോടെ കാന്തി പറഞ്ഞു. എന്താണ് സംഭവം എന്ന് അറിയാനായി കാന്തിയെ ഒന്ന് നോക്കിയ ശേഷം മഹാദേവൻ വേണിയുടെ മുറിയിലേക്ക് പോയി. അവിടെ പ്രിയദർശനും രാജശ്രീയും സുദർശനും മഞ്ജു എല്ലാം ഉണ്ടായിരുന്നു. വേണിയാണെങ്കിൽ 2 കൈയിന്റെയും ഞരമ്പ് മുറിച്ച് ഉറക്കെ നിലവിളിക്കുകയാണ്. സുദർശനൻ വേണിയെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. എന്നെ വീട് വല്യേട്ടാ, എനിക്ക് മരിക്കണം, എനിക്കിനി ഈ വീട്ടിൽ ജീവിക്കണ്ട, നിങ്ങൾ എന്നെ മരിക്കാൻ അനുവദിക്കണം. ഞരമ്പ് മുറിഞ്ഞ് 2 കൈയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. പ്രിയദർശനും മഞ്ജുവും കൂടി മുറിഞ്ഞ ഭാഗം തുണി കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ തുണി കെട്ടാൻ അനുവദിക്കാതെ കൈ കുതറിക്കൊണ്ടിരിക്കുകയാണ് വേണി. എന്താ മോളെ ഇത്, നീ എന്താ അക്രമമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ കരയുന്നുണ്ട്. എന്റെ കൈ ആരും കെട്ടണ്ട, എന്നെ ആരും രക്ഷിക്കേണ്ട, എനിക്ക് മരിക്കണം എന്നും പറഞ്ഞ് അവൾ കൈ രണ്ടും തുണി കൊണ്ട് കെട്ടാൻ അനുവദിക്കാതെ കിടന്ന് പിടയുന്നു. സുദർശന അവളെ ബലമായി പിടിച്ചിട്ട് പോലും അവൾ കുതറിക്കൊണ്ട് ഓടാൻ ശ്രമിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുവന്ന മഹാദേവൻ ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് ഓടിച്ചെന്ന് അനങ്ങാതെ നിൽക്കടി അവിടെയെന്ന് പറഞ്ഞ് വേണിയുടെ കവളെ ആഞ്ഞടിച്ചു. എന്തിനാ എന്നെ അടിച്ചത്? എനിക്ക് മരിക്കണം, എന്റെ ശവം ഞാൻ കാന്തിയെ കൊണ്ട് തീറ്റിക്കും, എന്റെ ശവം തിന്നിട്ടാണെങ്കിൽ ഏട്ടന്റെ ഭാര്യയുടെ പക തീരട്ടെ എന്നും പറഞ്ഞ് അവൾ പിന്നെയും അലറി വിളിച്ചു. അപ്പോൾ തന്നെ അവൾ ബോധരഹിതയായി കുഴഞ്ഞു വീഴാൻ തുടങ്ങിയത് മഹാദേവ അവളെ കോരിയെടുത്ത് പുറത്തേക്ക് ഓടി. സുദർശനും പ്രിയദർശനും കൂടി വണ്ടിയിൽ കയറ്റി അപ്പോൾ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർ വേണിയെ കൊണ്ടുപോകുന്നതെല്ലാം ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കാന്തി കാണുന്നുണ്ടായിരുന്നു. വേണിയുടെ ആ അവസ്ഥ കണ്ട് കാന്തിക്ക് ഒരു കുറ്റബോധവും ഉണ്ടായില്ല. അവൾ അപ്പോൾ തന്നെ മുറിയിലേക്ക് വന്ന് കണ്ണുകൾ അടച്ചിരുന്നു. നിനക്കിപ്പോ സമാധാനമായില്ലേ എന്ന രാജശ്രീയുടെ ചോദ്യം കേട്ടാണ് കാന്തി കണ്ണുകൾ തുറന്നത്. കലങ്ങിയ കണ്ണുകളുമായി കാന്തിയെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് രാജശ്രീ. അപ്പോൾ 2 കൈഞ്ഞരമ്പ് മുറിച്ച് എന്റെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചിലപ്പോ അവളുടെ ശവമായിരിക്കും തിരിച്ചു വരിക. അപ്പൊ നിനക്ക് സമാധാനമാകും അല്ലേ? വേണി ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ശരിയാണ്. എന്റെ മകൾക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, അതും എനിക്കറിയാം. എന്നാലും നിനക്ക് അവളോട് ക്ഷമിക്കാമായിരുന്നു. ആകാശിനെ വിവാഹം കഴിക്കണമെന്ന് അവൾ പറഞ്ഞപ്പോൾ എതിർപ്പൊന്നും പറയാതിരുന്നെങ്കിൽ എന്റെ മോളിങ്ങനെ ചെയ്യില്ലായിരുന്നു. വാശി വന്നാൽ അവൾ എന്തും ചെയ്യും. അവളുടെ ഒപ്പത്തിനൊപ്പം സംസാരിച്ച് വാശി കൂട്ടിയാൽ എന്ത് അക്രമവും ചെയ്യാൻ അവൾ മടിക്കില്ല. നിനക്ക് അവളോടൊന്ന് ക്ഷമിക്കാമായിരുന്നില്ലേ? ഞാൻ ക്ഷമിക്കണോ അല്ലേ? ഞാൻ എന്തിനു ക്ഷമിക്കണം? നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ചികിത്സിക്കണം, അല്ലാതെ അവൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത്. വേണിക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. ചെറുപ്പം മുതലേ അങ്ങനെ വളർത്തിയിട്ടാ അവളിപ്പോ ഇങ്ങനെയായി മാറിയത്. ഞങ്ങളുടെ കുടുംബം മുഴുവൻ നശിപ്പിച്ചത് അവളാണ്. എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്ന ട്യൂഷൻ ക്ലാസ് ഒരു ദിവസം കൊണ്ടാണ് അവൾ അത് നിർത്തിച്ചത്. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരു ദിവസം നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിൽ അന്തി ഉറക്കി. അതിന്റെ ഫലമായി ഞങ്ങൾ വർഷങ്ങളായി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛനെ ഒരു പെണ്ണുപിടിയൻ വരെ ആക്കി നിങ്ങളുടെ ഈ മകൾ. ഇനി അവൾക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. ഇപ്പൊ എന്റെ ആകാശേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ അവൾക്ക് എന്റെ വീട്ടിലേക്ക് വരണം പോലും. എന്നിട്ട് വേണം ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഒന്നാകെ നശിപ്പിക്കാൻ. ഞാനൊരു കാര്യം തറപ്പിച്ചു പറയാം. അവൾ രാജശ്രീയുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണി എന്ത് നാടകം കളിച്ചാലും ഒരിക്കലും എന്റെ ആകാശേട്ടനെ അവൾക്ക് കിട്ടില്ല. എന്റെ വീട്ടിൽ മരുമകളായി അവൾ ഒരിക്കലും വരില്ല. ഇനി ഇതിന്റെ പേര് അവൾ മരിച്ചാൽ എനിക്കൊരു കുറ്റബോധവുമില്ല. വേണിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവളുടെ വാശിക്ക് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത്, പകരം നല്ല ചികിത്സ നൽകുകയാണ് വേണ്ടത് എന്നൊക്കെ കാന്തി ദേഷ്യത്തെ വിറച്ചുകൊണ്ട് പറഞ്ഞു. കാന്തിയുടെ വാക്കുകൾക്ക് മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ നിറമിഴികളോടെ തിരിഞ്ഞു പോകാൻ രാജശ്രീക്ക് കഴിഞ്ഞുള്ളൂ. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചേന് വേണി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മനഃശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം പലതരം കൗൺസിലുകൾക്ക് വേണിയെ വിധേയയാക്കി. മാനസികാരോഗ്യം വേണ്ടിയെടുക്കാനായി ചികിത്സകളും അവൾക്ക് നൽകി. അതിനായി അവളെ മറ്റൊരു കൗൺസിലിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോയി. മാസങ്ങൾ പിന്നെയും മാറിക്കൊണ്ടിരുന്നു. കാന്തിയുടെ കുഞ്ഞുവയ വീർത്തു വലുതാകാൻ തുടങ്ങി. ഒരേ മുറിയിൽ താമസിക്കുന്നുവെങ്കിലും അവൾ മഹാദേവനുമായി അല്പം അകലം പാലിച്ചു. വേണി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പ് ആകാശിന്റെയും ദീപ്തിയുടെയും വിവാഹം നടത്താൻ ഗോപാലകൃഷ്ണൻ തീരുമാനിച്ചു. വിവാഹം ക്ഷണിക്കാനായി ഗോപാലകൃഷ്ണനും ശോഭയും കൂടി പാമ്പങ്ങൽ തറവാട്ടിലേക്ക് വന്ന ദിവസം ഗോപാലകൃഷ്ണനെ കണ്ടതും പ്രിയദർശന്റെ മുഖം മങ്ങിയെങ്കിലും അയാൾ സന്തോഷം അഭിനയിച്ച് അവരെ ക്ഷണിച്ചിരുത്തി. സ്വീകരണ മുറിയിൽ എല്ലാവരുടെയും മുമ്പിലായി അവർ ഇരുന്നു. വരുന്ന മാസം 22-നാണ് വിവാഹം. 20-ാം തീയതി ഹാൽദിയും 21-ാം തീയതി മെഹന്തിയുമാണ്. അങ്ങനെ 3 ദിവസമാണ് കല്യാണം. ഇവിടെ നിന്ന് എല്ലാവരും വന്ന് എന്റെ മകനെയും വധുവിനെയും അനുഗ്രഹിക്കണം. ഗോപാലകൃഷ്ണൻ അവരെ വിനീതനായി ക്ഷണിച്ചു. രാജശ്രീ സന്തോഷത്തോടെ അവർക്ക് കഴിക്കാനായി ചായയും പലഹാരവും എല്ലാം മുൻപിൽ കൊണ്ടുവച്ചു. അനുഗ്രഹിക്കാൻ ഞങ്ങൾ ദൈവങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ സത്യസന്ധമായി പറഞ്ഞാൽ സന്തോഷത്തോടെ ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ വേണി ആഗ്രഹിച്ചതാണ് ആകാശിനെ. അങ്ങനെയുള്ള നിങ്ങളുടെ മകൻ മറ്റൊരു പെണ്ണിനെ താലി കെട്ടുന്നത് കണ്ട് സത്യം കൊണ്ട് പോരാൻ എനിക്ക് കഴിയില്ല. അല്പം പരിഹാസത്തോടെ ഗോപാലകൃഷ്ണനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പ്രിയൻ പറഞ്ഞു. പ്രിയന്റെ വാക്കുകൾ കേട്ടതും ഗോപാലകൃഷ്ണനും ശോഭയും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുഖം വാടി. അച്ഛൻ എന്ത് വർത്തമാനായി പറയുന്നത്? വേണി അവളുടെ മനസ്സിന്റെ തോന്നൽ കൊണ്ട് ഓരോന്ന് പറയുന്നതിന് അച്ഛനും കൂട്ടു നിൽക്കുകയാണോ? അവളുടെ മനസ്സിന് അത്ര സുഖമില്ലെന്ന് അച്ഛൻ അറിഞ്ഞുകൂടെ?
മഹാദേവൻ പ്രിയനോട് കറുത്തുകൊണ്ട് പറഞ്ഞു. കണ്ടില്ലേ ഗോപാലകൃഷ്ണ, തന്റെ മരുമകന്റെ ഒരു ശൗര്യം. താൻ ഭാഗ്യവാനാടോ. താൻ പറഞ്ഞ അനുസരിക്കുന്ന 3 മക്കളെ തനിക്ക് കിട്ടി. തന്റെ മകളുടെ അടിമയെ പോലെ നിൽക്കുന്ന ഒരു മരുമകനെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികഞ്ഞേ ഉള്ളൂ. കണ്ടില്ലേ അവൻ അവന്റെ സ്വന്തം അച്ഛനെ എതിർക്കുന്നത്. ഇവനിങ്ങനെ ഒന്നും ആയിരുന്നില്ല. തനി ചെകുത്താനായിരുന്നു, ചെകുത്താൻ. ഒരു കണ്ണീരിനും അവന്റെ മനസ്സലിയിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ കാന്തിമോളുടെ കൂടെ പൊറുക്കാൻ തുടങ്ങിയപ്പോ മുതൽ അവൻ തനി പെങ്കോന്തനായി മാറി. ഭാര്യ പറയുന്നതിൽ മറുത്തൊരു വാക്കില്ലാത്തവനായി മാറി. ഇത് കേൾക്കുമ്പോ തോന്നും അവൾക്ക് അവനോട് സ്നേഹമുണ്ടെന്ന്. എന്ത് സ്നേഹം? ഒരു സ്നേഹവുമില്ല. അവൾ ആട്ടിയാലും തുപ്പിയാലും അവളുടെ കാലിനടി കിടക്കാനാണ് ഇവന്റെ ആഗ്രഹം. പ്രിയ ഒളി കണ്ടിട്ട് കാന്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കാന്തിക്ക് എന്തോ ആ സമയം ഗോപാലകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. അയാൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് കാന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആ നിറമിഴികളോടെ മഹാദേവനെ നോക്കി. അച്ഛൻ എന്താ വേണ്ടത്? വീട്ടിൽ വരുന്നവരെ ഇങ്ങനെ നിർത്തി അപമാനിക്കുന്നതാണോ പാമ്പുങ്ങ തറവാട്ടിലെ പാരമ്പര്യം? അച്ഛനെന്താ ഭ്രാന്തായോ? മഹാദേവൻ ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ കണ്ണുകൾ അപ്പോൾ ചുവപ്പ് നിറമായി മാറിയിരുന്നു. അതേടാ, എനിക്ക് ഭ്രാന്താണ്. നിന്റെ പെങ്ങളിലെ വേണി, അവൾക്കും ഭ്രാന്താണ്. നിന്റെ ഭാര്യയ്ക്കും അവളുടെ വീട്ടുകാർക്ക് മാത്രമേ ഭ്രാന്തില്ലാത്തതുള്ളൂ. പ്രിയദർശൻ ചങ്കിടറിക്കൊണ്ട് പറഞ്ഞു. പ്രിയന്റെ ചങ്കിടറിയതും മൂത്ത മകനായ സുദർശന് ദേഷ്യം വന്നു. എടാ മഹി, നീ നമ്മുടെ അച്ഛനെ വെല്ലുവിളിക്കാറായിട്ടില്ല. ഈ പാമ്പുങ്ങ തറവാട്ടിലെ രാജാവ് ഇപ്പോഴും നമ്മുടെ അച്ഛൻ തന്നെയാണ്. ആരോടൊക്കെ മാന്യമായി പെരുമാറണമെന്ന് നമ്മുടെ അച്ഛനെ ആരും പഠിപ്പിക്കേണ്ട. ബഹുമാനം അർഹിക്കുന്നവർക്ക് അത് കൊടുക്കാൻ അച്ഛൻ അറിയാം. നിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കേണ്ട ബഹുമാനമേ കൊടുക്കൂ. അതവർ അർഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. സുദർശൻ ദേഷ്യത അലറിക്കൊണ്ട് പറഞ്ഞു. ഏട്ടാ, എന്റെ ഭാര്യയുടെയും വീട്ടുകാരുടെയും കാര്യത്തിൽ ഏട്ട ഇടപെടണ്ട. ഞാൻ നമ്മുടെ അച്ഛനോടാണ് സംസാരിച്ചത്. ഏട്ട അതിന്റെ ഇടയിൽ കയറി സംസാരിക്കേണ്ട. സ്വന്തം ഭാര്യയുടെ സ്നേഹമുള്ളവർക്ക് അവൾ വേദനിക്കുന്നത് കാണുമ്പോൾ മനസ്സലിവുണ്ടാകും. ഏട്ടന്റെ ഭാര്യയെ ഒരു അടിമയെ പോലെയല്ലേ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഈ വികാരങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മഹാദേവൻ തിരിച്ചു നല്ല മറുപടി കൊടുത്തു. മഹാദേവന്റെ വാക്കുകൾ കേട്ടതും സുദർശന്റെ ഭാര്യയായ മഞ്ജുവിന്റെ മുഖം വാടി. പറഞ്ഞത് സത്യമാണെന്ന മട്ടിൽ അവൾ കണ്ണു നിറച്ച് മുഖം താഴ്ത്തി നിന്നു. എടാ, നീ എന്ത് പറഞ്ഞടാ എന്നും പറഞ്ഞ് മഹാദേവനെ അടിക്കാനായി സുദർശനൻ കൈയൊങ്ങിക്കൊണ്ട് നടക്കാൻ തുടങ്ങവേ പ്രിയൻ കൈവീശി സുദർശനെ അടിച്ചു. എടാ പട്ടി, താഴെ ഇരിക്കുമ്പോ വാലാടണ്ട. പെട്ടെന്ന് കവളത്ത് അടി കിട്ടിയതും സുദർശനൻ മുഖം പൊത്തിക്കൊണ്ട് തല കുമ്പിട്ട് നിന്നു. എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി. എടാ മൂത്ത പുത്ര, മസിൽ മോനെ, മരമണ്ട. ഈ മസിലുള്ളവർ എല്ലാം മരമണ്ടന്മാരാണെന്ന് പറയുന്നത് ശരിയാണ്. നീ എന്തിനാടാ മഹിയോട് കയർക്കുന്നത്? ഇതൊക്കെ അവന്റെ അഭിനയമല്ലേ? ഭാര്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രം. അവൾ അവനെ അടുപ്പിക്കാതായിട്ട് മാസങ്ങളായി. അവനെന്തോ വലിയ തെറ്റവളോട് ചെയ്തു എന്ന ഭാവത്തിലാണ് നിന്റെ അനിയൻ നടക്കുന്നത്. അതവൾ പരമാവധി മുതലാക്കുന്നുമുണ്ട്. നമ്മളെയെല്ലാം ചീത്ത വിളിച്ച് ഭാര്യയുടെ മുമ്പിൽ നല്ല കുട്ടിയാവാനുള്ള ശ്രമമാണ് നിന്റെ അനിയൻ കാട്ടിക്കൂട്ടുന്നത്. വലിയ മസിലും പെരുപ്പിച്ച് നടന്നാൽ പോരാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം കൂടി വേണം. ഞാനും നീയും അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ അവൾ അവനെയും കൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പൊ പിന്നെ അവൾക്ക് സ്വന്തമായിട്ട് അവനെ കിട്ടിയല്ലോ. പിന്നെ അവന്റെ അരയിൽ ഒരു കയറും കെട്ടി ചാടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട മഹാദേവ എന്നൊക്കെ പറഞ്ഞ് അവനെ അവളുടെ സാരി തുമ്പി കെട്ടിയിടാലോ. കുട്ടിക്കുരങ്ങനെ ചുടുചോറ് വാരിക്കൊടുക്കുന്ന പോലെ ഇവനെ കൊണ്ട് വാരിക്കാമല്ലോ. അതാണടാ ഈ സൂര്യകാന്തിയുടെ ഉദ്ദേശം. സുദർശന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പ്രിയദർശൻ പറഞ്ഞു. നിനക്ക് നൊന്തോടാ മോനെ എന്നും പറഞ്ഞ് സുദർശന്റെ അടികൊണ്ട കവിളി അയാളൊന്ന് തലോടി. ഇല്ലച്ച എന്ന മട്ടി സുദർശനൻ തലയാട്ടി. തനിക്കിപ്പോ തൃപ്തിയായി അല്ലേ പ്രൊഫസർ ഗോപാലകൃഷ്ണൻ നായർ? ഇപ്പൊ താൻ തന്നെ മനസ്സിൽ തുള്ളിച്ചാടുന്നുണ്ടാകും. എന്റെ 2ാമത്തെ മകൻ മഹി എന്നെ ചീത്ത വിളിച്ചു. എന്റെ 2 മക്കളും തമ്മിൽ വഴക്കുകൂടി. ആഹാ, എന്തൊരു സന്തോഷം. പിന്നീട് അയാൾ തുടർന്നു. തന്റെ ഈ മകളുണ്ടല്ലോ സൂര്യകാന്തി, അവളെന്റെ മകനെ വട്ടം ചുറ്റിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. പാമ്പുങ്ങൾ അനന്തരാവകാശി ഇവളുടെ വയറ്റി വളരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ക്ഷമിക്കുന്നത്. ക്രൂരമായി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. പ്രിയദർശ, ഒരാളുടെയും ദുഃഖം കണ്ട് സന്തോഷിക്കുന്നവനല്ല ഞാൻ. ആരുടെയും കുടുംബം തല്ലിപ്പിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. നല്ല മനസ്സോട് കൂടിയാണ് ഞാൻ എന്റെ മകന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നത്. മനസ്സുണ്ടെങ്കിൽ കല്യാണത്തിന് വരാം എന്ന് നിറമിഴികളോട് പറഞ്ഞ ശേഷം അയാൾ കാന്തിയുടെ വയറിലേക്കൊന്ന് നോക്കി. ശ്രദ്ധിക്കണേ മോളെ എന്ന് മാത്രം കാന്തിയോട് പറഞ്ഞ ശേഷം അയാൾ ശോഭയുടെ കൈയും പിടിച്ച് പാമ്പുങ്ങ തറവാടിന്റെ പടിയിറങ്ങി. വർദ്ധിച്ച സങ്കടത്തോടെ അച്ഛ എന്ന് കാന്തി ഉറക്കെ വിളിച്ചെങ്കിലും അയാൾ തിരിഞ്ഞു നോക്കാതെ ഭാര്യയോടൊപ്പം ഇറങ്ങിപ്പോയി. അങ്ങനെ പ്രൊഫസർ ഗോപാലകൃഷ്ണൻ അയാളുടെ നാടകം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി. ഇനി അടുത്ത നാടകം വരട്ടെ. അടുത്തതായി ചെസ് നമ്പർ 2 സൂര്യകാന്തി. ഇനി കുറച്ചുനേരം ഇവളുടെ അഭിനയം കാണാം. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാന്തിയെ നോക്കി പരിഹസിച്ചുകൊണ്ട് പ്രിയദർശൻ പറഞ്ഞു. പ്രിയദർശന്റെ വാക്കുകൾ കേട്ട് സുദർശനും പുച്ഛിച്ചു ചിരിച്ചു. ആ സമയം മഹാദേവൻ ഒരു ചെകുത്താനായി മാറിക്കഴിഞ്ഞിരുന്നു.